ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ നമ്മളുടെ വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ ആട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ ഹാങ്ങിങ് ഗാർഡനും അതുപോലെ തന്നെ ബൂട്ട് ഹൗസും ഒക്കെ കാണാൻ പോയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ പേരയ്ക്കൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പൊ ഞങ്ങള് അവിടെ അടുത്തുനിന്ന് ഒത്തിരി പേര് വാങ്ങിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പൊ അതിനകത്ത് ഉപ്പും എന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടാണ് അവരത് വിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്കും വാങ്ങിക്കാൻ തോന്നി. അപ്പൊ ഞങ്ങളെന്താ അവിടെ നിൽക്കണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇവിടെ പേരയ്ക്കൊക്കെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ തേച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത് അടിപൊളി. അപ്പൊ ഞങ്ങൾ എന്താ പേരയ്ക്കൊക്കെ വാങ്ങിച്ച് ബസ്സിന്റെ അടുത്തേക്ക് നടക്കണം കേട്ടോ. കാരണം ഓൾറെഡി നമ്മളോട് പറഞ്ഞ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ആ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ തിരിച്ച് ബസ്സിന്റെ അടുത്തേക്ക് എത്തണം. അപ്പൊ പേരയ്ക്കൊക്കെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് കഴിച്ചുകൊണ്ട് ബസ്സിലേക്ക് എത്തണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആ സ്ഥലങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കാഴ്ചകളൊക്കെ കണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മഹാലക്ഷ്മി ടെമ്പിൾ കാണാനാണ്. അപ്പൊ അത് ഉള്ളിലേക്ക് നമ്മൾ പോണില്ലേ, ഭയങ്കര തിരക്കായിരിക്കുന്നവർ പറഞ്ഞേ. ജസ്റ്റ് പുറത്തൊക്കെ നിന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിക്കും. ഇവിടെ ഭയങ്കര റഷായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ പറഞ്ഞ ടൈമിന് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾക്ക് ആകെ 25 മിനിറ്റ് തന്നേക്കണം. അപ്പൊ 25 മിനിറ്റിനുള്ളിൽ പോയി കണ്ടുവരാൻ നമുക്ക് നേരം കിട്ടില്ല. ഓടി പോയി ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നൊക്കെ ഒന്ന് കാണാൻ പോരാ. ഇവിടെയൊക്കെ ആൾക്കാർ പല പല സാധനങ്ങൾ കച്ചവടം. ലോട്ടസ് വിൽപ്പന 10 രൂപ. ഇവിടുത്തെ എന്തോ നേർച്ചയ്ക്കൊക്കെ വേണ്ടി ഇവർ കൊടുക്കുന്നതാ. താമര മാത്രം വാങ്ങിക്കണമെങ്കിൽ 10 രൂപ. പിന്നെ അവർ അതിൻ്റെ കൂടെ എന്തൊക്കെയോ സാധനങ്ങളും കൂടെ തരുന്നുണ്ട് പൂജയ്ക്കൊക്കെ ഉള്ളത്. എല്ലാം കൂടി എടുക്കണമെങ്കിൽ 50 രൂപ. നമ്മളെന്തായാലും ഉള്ളിലേക്കൊന്നും പോകില്ല. നമ്മൾ ജസ്റ്റ് പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകും. അപ്പം ഈ കാണുന്നതാണ് ശ്രീ മഹാലക്ഷ്മി മന്ദിർ. പക്ഷെ നമ്മൾ അവിടേക്ക് പോകണില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം അതുകൊണ്ട് ഈ തിരക്ക് കണ്ട് എല്ലാവരും പ്ലാൻ മാറ്റി. എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകണം. നമ്മൾ തിരിച്ചു പോകാണ്. എന്തായാലും ഇവിടെ വരെ വന്നേപ്പിക്കുക എല്ലാവർക്കും മതിയായി. അത്ര തിരക്കാണ്. ഇവിടെയൊക്കെ എല്ലാ കടകളും ഇത് തന്നെയാണ് കേട്ടോ. താമരയും പൂക്കളുമായിട്ട് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചേക്കാം കണ്ടോ. ഇതാ അങ്ങനെ കൊണ്ടുപോകണം വാങ്ങിച്ച്. റോഡ് സൈഡിൽ മൊത്തം ഇതാ. ഞാൻ ഷാരി സാറ് ഒരു ലോട്ടസ് വാങ്ങിയിട്ടുണ്ട്. 10 രൂപ. ലോട്ടസിന് 10 രൂപ. ഒരു പൂ തുറക്കുന്ന മെത്തേഡ് കണ്ടോ. പൂവിനതാ തുറന്ന് അടിപൊളി. അങ്ങനെയാണ് പൂ തുറക്കണവര്. എല്ലാം മുട്ടുപോലെ ഇരിക്കുന്ന ഇപ്പൊ. പക്ഷെ അതിനെങ്ങനെ വിടർത്തി കണ്ടോ. ഇത് ഓൾറെഡി തുറന്നിരിക്കുക എന്റെ ചാരീസ്. ഇനിയാക്കിയതൊക്കെ പോകുന്നു. അയ്യോ സ്റ്റിഫായിരുന്നത് സോഫ്റ്റായി. പൂ വാങ്ങിച്ച് ഇപ്പൊ ശ്രീ ടീച്ചറും ലോട്ടസ് വിൽപ്പനയ്ക്ക് നിൽക്കണം. ഇവിടെ കൂടാൻ ആയി വാങ്ങിക്കണില്ല. ഞാൻ എന്താ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ലോട്ടസ്. മറ്റുള്ളവരുടെ കഞ്ഞിയില് മണ്ണിടണ്ട ആണോ. കയ്യിലൊരു ലോട്ടസ് കിട്ടി. ഇപ്പൊ അതും വെച്ചോണ്ട് നിക്ക. ദൈവം ആൾക്കാർ ചോദിച്ചാൽ എന്താ പറയപ്പ ഞാൻ കൊടുത്തു ഇങ്ങനെ. അപ്പൊ ഇവിടുന്ന് നമ്മള് ടെമ്പിളിന്റെ ഉള്ളിൽ പോയില്ലേ, ജസ്റ്റ് പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ ഇത്തിരി നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും വണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറണ വണ്ടിയിലേക്ക്. ഇതാണ് നമ്മുടെ വണ്ടി വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറിയിരുന്ന യാത്ര തുടർന്നു. അപ്പൊ ഇത്തിരി ദൂരം പോയപ്പോഴേക്കും ഇഷ അംബാനിയുടെ വീട് കാണാൻ പറ്റിട്ടോ. അപ്പൊ അത് നിങ്ങളൊന്നും കൂടെ കാണിച്ചു തരാം. ഇഷ അംബാനിയുടെ വീടാണത്.
അപ്പോൾ ഇത് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞെന്താ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി. ഇനി ഞങ്ങൾ 11D ഷോ കാണാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കേണ്ട നേരം എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി. ഇനി ഇവിടെ ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ടും കാര്യമില്ല, ഫുഡിൻ്റെയൊക്കെ ടൈമാവും. ഇവിടെ ഒരു 8-9 മിനിറ്റ് നേരമുള്ള ഒരു 11D ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാമെന്നാണ് പറയുന്നവർ. അപ്പോൾ അവർ കൊണ്ടുപോകുന്നിടത്തേക്കൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ബസ്സിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടില്ല. 13 പേരെ വെച്ചാണ്, അല്ല 12 പേരെ വെച്ചാണ് അവർ കൊണ്ടുപോകണം. ഞങ്ങളൊക്കെ 3D ഷോ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഉള്ളിൽ നടക്കുകയാണ് ഇപ്പം. അവരുടെ ഷോ കഴിഞ്ഞ് അവർ പുറത്തേക്ക് കടന്നിട്ട് വേണം ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അങ്ങനെ 11D ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ഇത്തിരി നേരമുള്ളൂ, ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഉള്ളൂ. പിന്നെ വേഗത്തിൽ കഴിഞ്ഞ മാതിരി തോന്നി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവുന്ന രീതിയിലത്തെ. എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിപ്പോ ഒരു രസമായിരുന്നു. രസം പിള്ളേർക്ക് ഇച്ചിരി പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ 12 പേര് പോയി. ഞങ്ങളായിരുന്നു ആദ്യത്തെ ട്രിപ്പ്. പോയി തിരിച്ചു പോകണം. ഇനി അടുത്ത 12 പേരവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കയറിയിട്ടുണ്ടാവും. ഇനി അപ്പോഴേക്കും അടുത്ത 12 പേരെ കൊണ്ടുപോകണം. അപ്പോൾ ആ രീതിയിൽ ഇനി പോയിക്കൊണ്ടിരിക്കും. അവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സിദ്ധിവിനായക് ടെമ്പിളിലേക്ക് പോകുന്ന പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ബസ് ഇതാ ഞങ്ങൾ കുറച്ച് ദൂരം പോന്നു, വീണ്ടും നിർത്തിയേക്കാണ്. ഇനി ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, സിദ്ധിവിനായക് ടെമ്പിൾ. അപ്പോൾ അവിടെ പോകാനും പിന്നെ ഫുഡ് കഴിക്കാനും കൂടെ നമുക്ക് 1 അവറാണ് തന്നേക്കണേ. അപ്പോൾ ഈ 1 അവർ കൊണ്ട് നമ്മളിത് രണ്ടും കഴിഞ്ഞ് വരണം. അപ്പോൾ ടെമ്പിൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് ഫുഡ് കഴിക്കാൻ പോകാം. പിന്നെ അവിടെ തിരക്കാണെങ്കിൽ ഫുഡ് കഴിക്കാം ആദ്യം, എന്നിട്ട് ടെമ്പിളിൽ പോകാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം ഫുഡ് കഴിക്കാൻ പോവാം. കാരണം ഒത്തിരി ലേറ്റായി. ഞങ്ങൾ 2-2:15 കഴിഞ്ഞു. ഞങ്ങൾക്ക് 2-3 ഹോട്ടലുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് ഫുഡ് കിട്ടിയ കാരണം എല്ലാവരുടെയും നല്ല തിരക്കായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ എല്ലാവരുടെയും ഫുള്ളായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളിത് പോയി ഫുഡൊക്കെ കഴിച്ച് ഓടി വരെ ചെയ്ത് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി വരേണ്ട സ്ഥിതി വന്നു. അതെ. പിന്നെ അവിടെ എന്താ പറയണേ, അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഞങ്ങൾ പോയി. സൈഡിൽ കൂടെ പോന്നു, പുറത്തുനിന്ന് കണ്ടതല്ലാണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല. ഒട്ടും തന്നെ സമയം കിട്ടിയില്ല. പേടിച്ച് വിറച്ചിട്ട് ഓടിപ്പോന്ന് ബസ് പോകുമെന്ന് വിചാരിച്ചു. എങ്ങനെയെന്ന് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചാൽ മതി. ശ്വാസം കിട്ടിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഓടി. നമ്മൾ ഓർഡർ കൊടുത്ത് കുറച്ച് നേരം എടുക്കില്ല അവർ തരാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നേപ്പിക്കും ഒത്തിരി ലേറ്റായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ കൃത്യമായി 5 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആള് 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. കാരണം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ബസ്സിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇതേ ഇരുന്നൊന്ന് ശ്വാസം എടുക്കണം. ഇപ്പോൾ ആ സമയം എത്ര മണിയായി? ഇപ്പോൾ 3:40 3:40 സമയം. എൻ്റെ ദൈവമേ, ഇനി ഏതൊക്കെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്ന് ഞങ്ങൾക്കൊരു ഹോട്ടലൊക്കെ കാണിച്ചു തന്നായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് റഷ്. അവിടെ ഫുൾ ആള്, അവിടെ ഇരിക്കാൻ ഒരു സീറ്റ് പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു ഹോട്ടലിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അതും ഫുള്ള് അരമണിക്കൂർ കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കുറേ ദൂരം നടക്കേണ്ടി വന്നു. കുറേ ദൂരം നടന്നിട്ട് ഞങ്ങൾ പോയി പിന്നെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. ഒത്തിരി സമയം എടുത്തു കേട്ടോ ആ പോക്കും വരവും തന്നെ. കാര്യം 1 അവർ തന്നായിരുന്നു ഒരു അമ്പലം കാണാനും ഫുഡ് കഴിക്കാനും കൂടെ. പക്ഷെ അത് 1 മണിക്കൂറിനുള്ളിൽ എത്തില്ല, കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ ഓടിച്ചു ചെല്ലുമ്പോൾ ഫുഡ് കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കയറിയ ഹോട്ടലിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ആവശ്യപ്പെട്ട ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ വളരെ സ്പീഡിൽ കഴിക്കേണ്ടി വന്നു. ആസ്വദിച്ചിരുന്നൊന്നും കഴിച്ചു പോരാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഇതാ സിഗ്നലിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കുറച്ച് സമയം. അതും കഴിഞ്ഞതാ അങ്ങനെ നമുക്ക് പിന്നെയും പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങി. നമ്മളിനി അടുത്തത് പോകുന്നത് സയൻസ് സിറ്റി കാണാനായിട്ട് കേട്ടോ.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സയൻസ് സിറ്റിയാണ്. അപ്പോൾ നെഹ്റു സയൻസ് സിറ്റി ആ മുകളിൽ ബോർഡ് ഉണ്ടോ. അപ്പോൾ ഇനി അവിടേക്കാണ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 1 കിലോമീറ്ററോളം ഉള്ളിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബസ് ചെക്ക് ചെയ്യാനായിട്ട് ബസ്സിൽ എത്ര പേരുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് ഗൈഡ് വരും അവിടുന്ന്. അപ്പോൾ അവർ വന്ന് നോക്കി മെമ്പേഴ്സിന്റെ ഒക്കെ എണ്ണം എടുത്തതിന് ശേഷം കേട്ടോ ബസ്സിനെ ഉള്ളിലേക്ക് കടത്തുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും എന്താ ഗൈഡ് വന്നിട്ടുണ്ട് നമ്പറൊക്കെ എടുക്കാനായിട്ട്, നമ്മുടെ എണ്ണമൊക്കെ എടുത്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ സയൻസ് സിറ്റിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോകട്ടോ. ബസ് നിർത്തി കൊടുത്തത് ഇറങ്ങി നടക്കണം. നമ്മുടെ ഗൈഡ് ഏറ്റവും മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡിന്റെ പുറകിൽ കൂടെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗൈഡ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ സയൻസ് സിറ്റിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 7 ഗാലറീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എയറോപ്ലെയിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെയുള്ള അതൊക്കെ ഷോ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഒരു ഗാലറി. അങ്ങനെ ബാക്കിയുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് സയൻസ് സിറ്റിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിന്റെ അടുത്തായിട്ട് ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അവര്. അപ്പൊ നമുക്ക് കാഴ്ചക്കൊക്കെ അത് നല്ല ഭംഗിയുള്ള ഒത്തിരി ആനിമൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു പാർക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ശരിക്കും ഇഷ്ടപ്പെടും അതുപോലത്തെ ഒരു പാർക്ക് കേട്ടോ. നമ്മുടെ ഗൈഡാട്ടോ, ബസ്സിലുണ്ടായിരുന്ന ഗൈഡാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങനെ സയൻസ് സിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എത്തിയ സമയത്ത് ആവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് അറിയാവുന്നവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവരുടേതായ ഒരു സെക്ഷൻ, കെമിസ്ട്രിക്ക് വേറെ സെക്ഷൻ, ബയോയ്ക്ക് വേറെ സെക്ഷൻ, അങ്ങനെ ആ രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. ഒത്തിരി ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. താഴത്തെ തിരക്ക് കണ്ടു നിങ്ങൾ. അതാ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് ജസ്റ്റ് കയറി. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒഴുകി വരണം, ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലേക്ക്. അതിൽ കൂടെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് അങ്ങനെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ നിങ്ങൾ കേട്ടില്ലേ. പിന്നെ ഇവിടുത്തെ കൂടുതൽ ഐറ്റംസും ഈ ഫ്ലോറിലുള്ളത് ടച്ച് ആൻഡ് ഫീൽ ഐറ്റംസുകളാട്ടോ. ഫുഡ് ഫ്രം പ്ലാന്റ്സ് കാണാട്ടോ. ഫുഡ് ഫ്രം പ്ലാന്റ്സ് മുകളിൽ എഴുതിയിട്ട് താഴെ നല്ല അടിപൊളി ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആട്ടോ. അതിവിടെ നല്ലൊരു വിഷ്വലാണ് കാണിക്കുന്നവർ. ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണുകൾ ഞെക്കുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഐറ്റം അവിടെ പൊന്തേ താഴെയൊക്കെ ചെയ്യും. ഞാൻ മാംഗോയിൻ്റെ ബട്ടൺ ഞെക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് കാണാം. അപ്പോൾ മാംഗോ പൊന്തി താണും മുന്നതാണ്. മാംഗോ താഴുന്നു പൊന്തുന്നു. നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ ഞാൻ എന്താ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് പൊന്തിയും താണും വരുന്നു. ഇവിടെ ഇതേപോലെ ഒത്തിരി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒത്തിരി ആൾക്കാർ വന്ന് പല ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും അതേപോലെ തന്നെ അങ്ങനെ പ്ലാന്റ് മുകളിലേക്കും താഴേക്കും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേരയ്ക്ക, മാങ്ങ, ക്യാരറ്റ്, റാഡിഷ്, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് അവരിങ്ങനെ അതിൻ്റെ പ്ലാന്റ്സ് മുകളിലേക്കും താഴേക്കും ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. ഈ മുകളിൽ പോയി ഇനി നമുക്ക് അടുത്തത് കാണാം. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കാണാൻ. പക്ഷെ നമുക്ക് അത്രയ്ക്കും ടൈമൊന്നുമില്ല. ആകെ 45 മിനിറ്റ്സ് നമുക്കിവിടെ തന്നേക്കണം. ആ 45 മിനിറ്റ്സ് ഫുള്ള് നമ്മുടെ സയൻസ് സിറ്റി കണ്ട് വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോകാം. കാപ്പി ചായ കുടിക്കേണ്ടവർക്ക് കാപ്പി ചായ ഒക്കെ കുടിക്കാം. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകണം. മ്യൂസിക് ഉണ്ടോ, അടിപൊളി. ഇവിടെ സറൗണ്ട് സൗണ്ടിൻ്റെ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഞാൻ ഇത് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ. അതിങ്ങനെ ആൾക്കാർ വന്നിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേഗം കണ്ട് ഇനി നമുക്കിനി വീണ്ടും മുകളിലേക്ക് കയറാം. ഇനി മുകളിലേക്ക് പോകാനുണ്ട്. ഈ ഒരു ഫ്ലോറിൽ ലൈറ്റ് ആൻഡ് സൈറ്റിന്റെ ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നടന്ന് കാണാനായിട്ട് ഒത്തിരി ഭാഗങ്ങളുണ്ട് കേട്ടോ. ചേട്ടനൊക്കെ അവിടെ എത്തി. ഇവിടെ ഗ്ലാസിന്റെ ആ ഒരു റിഫ്ലക്ഷൻ കാര്യങ്ങൾ. ഗോസ്റ്റ് വാക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ പേര് ഗോസ്റ്റ് വാക്ക്. ഇവിടെ ഫിസിക്സ് കണക്റ്റഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഈ രീതി കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ അപ്സൈഡ് ഡൗൺ ഒരു ഫേസ് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ, ഇങ്ങനെ കറക്കി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതൊരു ഫേസായി, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതൊരു ഫേസായി, ഇങ്ങനെ പിടിക്കുമ്പോൾ വേറെ ഫേസായി. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അടിപൊളി. ഇനി നമ്മൾ മുകളിലത്തെ അടുത്ത ഫ്ലോറിലേക്ക് പോകണം. ഇനി അവിടെ എന്താ കാണാനുള്ളതെന്നും കൂടെ നോക്കട്ടെ. ചേട്ടൻ വർത്താനം പറയുന്നുണ്ട്. റോബോട്ടിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ നടന്ന് ചെല്ലുന്നതൊക്കെ അതിനകത്ത് കാണാം കേട്ടോ. അവിടെ ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം അവിടെ കാണാം സ്ക്രീനിൽ. ആ ചേട്ടൻ കൈ കിട്ടുമ്പോൾ അയ്യോ പെൻകിൻ്റെ വായലിക്ക് കൈ. നല്ല രസം കേട്ടോ അങ്ങനത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ മ്യൂസിക്കിൻ്റെ ഒരു ഏരിയ. ഈ ഫ്ലൈറ്റിൻ്റെ കണക്റ്റഡ് പാർട്സ് കാര്യങ്ങളെല്ലാം ആ ഒരു ഏരിയ, ആ ഒരു ഗാലറി കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ടൈമൊക്കെ ഇവിടെ വളരെ കുറവാണ്. നമ്മൾ ഓടിപ്പാഞ്ഞ് നടന്ന് കാണണം, ഭയങ്കര സ്പീഡിൽ. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു ഗാലറിയിലേക്ക് കേട്ടോ. അപ്പൊ ഇവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് കാണാൻ. അപ്പൊ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കാണ്. നമുക്ക് സമയമില്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ ആൻഡ് മെഷീൻ ഇവിടെ കാണുമായിരിക്കും ഈ ഒരു ഗാലറിയിൽ എന്നാ പറഞ്ഞത്. എന്തോരം നടക്കണോ ആവോ. നല്ല രസം കേട്ടോ. ഹ്യൂമൻ ബോഡി സിസ്റ്റമാണ് ഇവിടെയൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഗാലറി. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരാൾ 5 അതിൻ്റെ ഉള്ളിലുണ്ട്. അടുത്തത് ആ ജിപ്പ് കയറുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്ക് ഫ്ലൈറ്റിന്റെ ഓരോ പാർട്സുകളും കാണാട്ടെ, ചെറുതൊട്ട് വലുത് വരെ. അങ്ങനെ എല്ലാ ഐറ്റംസും അവർ എല്ലാ പാർട്സുകളും പല പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് അതെല്ലാം കാണിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് കാണാൻ എല്ലാ ഗാലറികളിലും ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ടൈം പക്ഷെ വളരെ കുറവായി പോയി. അതുകൊണ്ട് ഓടി ഓടി നടന്ന് കാണണം. ഇവിടെ മുകളിലേക്കൊക്കെ ആയാലും നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്കും ഫ്ലൈറ്റിൻ്റെ പാർട്സ് കാര്യങ്ങളെല്ലാം മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് വെച്ചേക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതേ രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്നിഷ ടീച്ചറും അഞ്ചും ഒക്കെ ഫ്ലൈറ്റിന്റെ വീല് കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് ബസ്സിലേക്ക് കയറണം. അപ്പൊ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ ബൈ.